മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടനയാണ് സമസ്ത. സമസ്തയിൽ എല്ലാ കാലത്തും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കാറുണ്ട്. അടുത്ത കാലത്ത് നാം കണ്ടതാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ചർച്ചകൾ. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നടത്തിയ സമരങ്ങളോട് സഹകരിച്ചതും അതിന് ബദൽ സമരം നടത്തിയതും നാം കണ്ടതാണ്. ക്ഷണിച്ചാൽ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും എന്നാണ് സമസ്തയുടെ നിലപാട്. CPIM സംഘടിപ്പിച്ച പരിപാടിയിൽ കോഴിക്കോട് വേദിയിൽ വെച്ച് പരിപാടിയിൽ പങ്കെടുത്ത ഉമർ ഫൈസി മുക്കം, സമസ്തയുടെ നേതാവാണ്, നിസ്കരിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു. വേദിയിൽ വെച്ച് നിസ്കരിച്ചത് ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാനാണ് എന്നതായിരുന്നു അന്ന് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനം. എന്താണ് അന്ന് സംഭവിച്ചത്? അത് വിശദീകരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ആ വാക്കുകൾ കേൾക്കാം. ഞാൻ എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാനൊരു മാരി നിസ്കരിച്ചിരുന്നു, അത് ആക്ഷേപിക്കപ്പെട്ടു. എല്ലാവർക്കും അറിയാതെ. എന്തിനാ ആക്ഷേപിച്ചത്? ആരാ ആക്ഷേപിച്ചത്? ഹിന്ദുക്കളാ? ക്രിസ്ത്യാനികളാ? ആരാ ആക്ഷേപിച്ചത്? ആക്ഷേപിച്ചെന്ന് പറയാം, അത് ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കുന്നവരാ. മാന്യസ്കാരത്തിന് സമയമുണ്ട്, ആ സമയത്ത് ചെയ്യണം. ഞാനത് ശീലിച്ചതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം, അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് പറയുന്നുണ്ട് ഉമർ ഫൈസി മുക്കം. മന്ത്രി ശിവൻകുട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സർക്കാരിനെ, വിദ്യാഭ്യാസ മന്ത്രിയെ അഭിനന്ദിക്കുന്നത് ഉമർ ഫൈസി മുക്കം. അദ്ദേഹം പറയുന്നത് തട്ടമിട്ട ആളാണ്, തട്ടമിട്ട് വന്ന മറ്റൊരു വിദ്യാർത്ഥിയെ പുറത്താക്കുന്നത്. അത് നല്ല ശൈലിയാണ്, നല്ല പ്രയോഗമാണ്, കേരളത്തിൽ ചർച്ചയായ വിഷയമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, തട്ടമിടുക എന്നത് ഭരണഘടനാപരമായ അവകാശമാണ്, അത് സംരക്ഷിക്കാൻ ശിവൻകുട്ടി എടുത്ത നിലപാട് അഭിനന്ദിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് ഉമർ ഫൈസി മുക്കം പറയുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ, സമസ്തയിലെ തന്നെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്യുന്നത് ഉമർ ഫൈസി മുക്കം. അതും കൂടി കേൾക്കാം. ഇപ്പൊ തട്ടത്തിന്റെ വിഷയത്തില് ഇവിടെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് നല്ല പറച്ചിലാണ്, നല്ല ഗൗരവമായ പറച്ചിൽ തന്നെയാണ്. തട്ടമിട്ട ടീച്ചറാണ് തട്ടമിട്ട പെൺകുട്ടിയെ പുറത്താക്കിയെന്നുള്ളതാണ്. അത് നല്ല ശൈലിയൊത്ത വാക്കുമാണ്. തട്ടമിട്ടവൾ തട്ടമിടാത്തവളെ പുറത്താക്കി എന്നുള്ള ഒരു ശൈലി, അതൊക്കെ വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയാനായിട്ടില്ല, നടപടി എടുക്കുന്നതാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? നടപടി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് ചർച്ച ചെയ്യുന്ന, അത് അംഗീകരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന്റെ പിടിയിൽപ്പെട്ട് അധികാരത്തിനു വേണ്ടി ശ്രമിക്കുന്നവർ മറുഭാഗത്തുണ്ട്. അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന രാഷ്ട്രീയ ചർച്ചകൾ മുസ്ലിം ലീഗിനകത്ത്, പ്രത്യേകിച്ച് സമസ്തയ്ക്കകത്ത് നടക്കണം. സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ്. സമസ്തയിലെ ആരെങ്കിലും പിണങ്ങിയാൽ അത് മുസ്ലിം ലീഗിനെ ദോഷം ചെയ്യും, കോൺഗ്രസിനെ ദോഷം ചെയ്യും, UDFനെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ സമസ്തയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എപ്പോഴും ഓടിയെത്താറുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി. അതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ നിലപാടിനെ എതിർക്കുന്ന ഉമർ ഫൈസി മുക്കം മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അത് മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ നിലപാടിന് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഏതായാലും സമസ്തയ്ക്കകത്ത്, അത് മുസ്ലിം സമുദായത്തിന് അകത്ത് ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകൾ വലിയ ചർച്ചയായി മാറും.